അമ്മു ഭക്ഷണം കഴിക്കാൻ വാ. അമ്മു വിളിച്ചത് കേട്ടില്ലേ? ഭക്ഷണം കഴിക്കാൻ വാ. എനിക്ക് വേണ്ടമ്മ. അവക്ക് വേണ്ടെങ്കിൽ വേണ്ടമ്മ, ഞാൻ കഴിച്ചോളാം. ഇന്നത്തെ ക്ലാസ് എന്ത് ബോറായിരുന്നല്ലേ? അതെ, അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഇന്നലത്തെക്കാളും ഭേദമായിരുന്നില്ലേ? നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അത് നല്ലത്. എടാ, എന്നോട് എന്റെ ഫുഡ് എടുത്തോ. അതെന്താ നീ ഇന്ന് കഴിക്കുന്നില്ലേ ഫുഡ്? അല്ല, കാലത്ത് കുറച്ച് ഓവറായി കഴിച്ചാ, എനിക്ക് വിശപ്പില്ല. ഇവിടെ വല്ല ഡയറ്റിംഗിലാണോ? ഡയറ്റിംഗ് മാത്രമല്ലെന്നോ തോന്നുന്നേ, എന്തോ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മിക്കവാറും ഒരു മിസ് വേൾഡ് ആവാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അമ്മയോട് നിന്നേ എന്താ ഫുഡ് കഴിക്കാത്ത? എത്ര ദിവസമായി ഫുഡ് കഴിച്ചിട്ട്? ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ തീരുമാനം? എടാ, ഞാൻ കാലത്ത് കുറച്ച് കൂടുതൽ കഴിച്ചതാ, അതുകൊണ്ടാ. നിങ്ങൾ പോയി കഴിച്ചോ. എന്താടോ അമ്മുന് എന്താ പറ്റിയേ? അമ്മ ഒന്നും കഴിക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് ആള് കണ്ടിന്യൂ ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല, ഉച്ചയ്ക്കാണെങ്കിലും ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ വിട്ട പറ്റത്തില്ല. നമുക്ക് ഉടനെ തന്നെ പാരന്റ്സിനെ വിവരം അറിയിക്കാം. ശരി, ഞാൻ വിട്ടോ. ഓക്കെ. ഹലോ, ആരായിരുന്നു? ഇത് അമ്മുവിന്റെ ക്ലാസ് ടീച്ചറാണേ. ജസ്റ്റ് ഒരു കാര്യം ഇൻഫോം ചെയ്യാനായിരുന്നു. കുറച്ച് ദിവസം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ആൾ കുറച്ച് ഡള്ളാണ്. പിന്നെ ഫ്രണ്ട്സും പറയുന്നുണ്ട് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല. കൊണ്ടുവരുന്ന ഫുഡൊക്കെ ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ്. എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ആൾക്ക്? അങ്ങനെ ഫാമിലി ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. വീട്ടിലും ഇതുപോലെ തന്നെയാണോ? വീട്ടിൽ ഈടായിട്ട് കഴിക്കുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ടാൽ ശരിയാവില്ല കേട്ടോ. ഞാനും വിചാരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന്. നാളെ തന്നെ പോവാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. അമ്മു അല്ലേ? അതെ. ഓക്കെ, ഇവിടെ ആദ്യമായിട്ടാ വരുന്നത് അല്ലേ? ഓക്കെ, എന്തായിരുന്നു മാം? ഇതെന്റെ മോളാണ്. ആള് ഡിഗ്രിക്ക് പഠിക്കുവാണ്. രാവിലെ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത്. അപ്പം ചോദിക്കുമ്പോൾ പറയണ ആള് ഭയങ്കര വണ്ണമാണ്, ഞാൻ വണ്ണം വെച്ചിട്ടിരിക്കാന്നൊക്കെ പറയുന്നത്. ഇന്നലെ മിസ് വിളിച്ചിട്ട് പറഞ്ഞ് ലഞ്ചും കഴിക്കുന്നില്ല, കൊണ്ടുവരുന്ന ലഞ്ച് ഫ്രണ്ട്സിന് കൊടുക്കാന്നാ പറയുന്നത്. അമ്മുന് വെയിറ്റ് കൂടുന്നുള്ളതാണോ ബുദ്ധിമുട്ട്? മോൾക്ക് ആരാ പറഞ്ഞ വെയിറ്റ് കൂടുതലുണ്ടെന്ന്? എങ്ങനെയാ തോന്നിയത്? അമ്മു എന്നെ നോക്കുവോ? എനിക്ക് വണ്ണം കുറക്കണം. ഓക്കെ, അപ്പൊ അമ്മുന് വണ്ണം കുറയ്ക്കണം, അതാണ് മോളുടെ ആവശ്യം. മോൾക്കിപ്പം എല്ലാരും കഴിക്കുമെന്ന് പറഞ്ഞ് മടുത്തിട്ടുണ്ടാവും അല്ലേ? കേട്ട് കേട്ട് അതെനിക്ക് മനസ്സിലാവണുണ്ട്. സാരമില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മൾ വണ്ണം കുറച്ചാൽ മാത്രം പോരാ, നമുക്ക് ആരോഗ്യം കൂടെ വേണം അല്ലേ? ഇതാ ഈ പ്ലേറ്റ് കണ്ടോ? ഇത് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയും. നമ്മുടെ ഒരു മീലില് എല്ലാത്തരം പോഷക ഘടകങ്ങളും ഇതിൽ വേണം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു മീൽ പാറ്റേൺ അളവ് നിയന്ത്രിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും വണ്ണമൊന്നും വെക്കുകയല്ല. അത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാം. ഇപ്പൊ 1-2 മെഷേഴ്സ് ആണിത്. ഇത്രയുമോ അല്ലെങ്കിൽ ഇത്രയെങ്കിലുമോ അമ്മ തരുന്ന ഭക്ഷണം ട്രൈ ചെയ്യുക, കഴിക്കാൻ നോക്കുക. ഇതുകൊണ്ടൊന്നും വണ്ണം വെക്കില്ല, ഞാൻ ഗ്യാരണ്ടി. അമ്മയോട് ഒരു കാര്യം പറയാനുള്ളത്, എനിക്കിത് കേട്ടിടത്തോളം ഒരു അനോറക്സിയ നെർവോസ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് വണ്ണം വെക്കാതിരിക്കാനായിട്ട് പെൺകുട്ടികൾ ശ്രമിക്കുന്ന ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അവര് നോക്കുമ്പോൾ കണ്ണാടിയിൽ അവർക്ക് നല്ല വണ്ണം തോന്നും, പക്ഷെ മറ്റുള്ളവർക്ക് അത്രയും തോന്നണമെന്നില്ല. അപ്പൊ അവർ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു മാക്സിമം ട്രൈ ചെയ്യും. അത് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ്. അല്ല കുറ്റം പറയുവോ പിന്നെയും കഴിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം കൂടും. അപ്പൊ അവരത് റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ അവൾക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായവും കൂടെ തേടേണ്ടി വരും. സ്വഭാവ വ്യത്യാസങ്ങളും കൂടെ നമുക്ക് അതിന്റെ അകത്ത് കൂടെ കൊണ്ടുവരണം. എന്നാലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഭക്ഷണം തുടങ്ങുക, നിർബന്ധിക്കുന്നില്ല ആരും. പക്ഷെ ഒട്ടും കഴിക്കുന്നില്ല എങ്കിൽ നമുക്കത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡ്രിപ്പൊക്കെ ഇടേണ്ടി വരും. അതിലേക്ക് പോകാണ്ടിരിക്കാനാണ് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് വണ്ണം വെക്കാണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം.